ഇന്ത്യ ആക്രമിച്ചവരൊക്കെ ഗ്രേറ്റ് വാരിയേഴ്സ് ആകും, ഗ്രേറ്റ് കിങ് ആകും. അത് നിങ്ങളുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ പാർട്ടിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് അതങ്ങനെ അക്ബർ ദ ഗ്രേറ്റ് പഠിക്കാനില്ല. അക്ബർ ഒരു മുഗൾ രാജാവായിരുന്നു, അവിടെ തീർന്നു. അത് ഇന്ത്യ കീഴടക്കി, ബാബർ ഇന്ത്യ കീഴടക്കിയ, ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ഇന്ത്യ കീഴടക്കി സാമ്രാജ്യം സ്ഥാപിച്ച ബാബറിൻ്റെ മകനാണ് അക്ബർ. അതിനപ്പുറം ഒരു വിശേഷണം, അക്ബർ മഹാനായിരുന്നു, അക്ബർ മതേതരവാദിയായിരുന്നു. എത്ര ക്ഷേത്രങ്ങളാണ് തകർത്തിരിക്കുന്നത് അവിടെ. അതിപ്പം നിങ്ങൾ ഓരോരുത്തരെ അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അക്ബറിൻ്റെ സദസ്സിൽ അക്ബറിൻ്റെ മാൻസിംഗ് മന്ത്രിയായിരുന്നു. ഇതൊക്കെ പറയാം നിങ്ങൾക്ക്. അത് ടിപ്പുവിനും ഉണ്ടായിരുന്നു മന്ത്രിമാർ. പക്ഷേ വടക്കൻ കേരളത്തിലടക്കം എത്രയോ ക്ഷേത്രങ്ങളാണ് തച്ചു തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഈ അക്രമകാരികളുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ഉള്ള ചർച്ചയ്ക്കല്ലല്ലോ ഇവിടെ. നിങ്ങൾ പറഞ്ഞ മോഡിയുടെ ഗ്യാരണ്ടി, കാശ്മീരിൽ മോഡിയുടെ ഗ്യാരണ്ടി ഉണ്ട്. 300 സ്നേഹിത, ഞാൻ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു, ഇടപെടരുതെന്ന് പറഞ്ഞു, പ്ലീസ്. മോഡിയുടെ ഗ്യാരണ്ടി അങ്ങ് 370 വകുപ്പ്, നിങ്ങൾ 370 വകുപ്പിന് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ സ്നേഹിത. നിങ്ങൾ കേരളത്തിലടക്കം പട്ടികജാതിക്കാരുടെ സംരക്ഷകരെന്നാണല്ലോ പറയുന്നത് അങ്ങയുടെ പാർട്ടി CPM. കാശ്മീരിൽ 370 വകുപ്പ് നിലനിന്നപ്പോൾ കാശ്മീരിലെ പട്ടികജാതിക്കാർ, വാൽമീകി സമുദായം, അവർ ഡിഗ്രി പാസ്സായാലും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ തൂപ്പുകാരുടെ ജോലിയാ. സഫായി കർമ്മചാരികൾ, അവിടെ കക്കൂസ് കഴുകാൻ, മാലിന്യം നീക്കാൻ, മുറി ക്ലീൻ ചെയ്യാനുള്ള ജോലി, അത് ഡിഗ്രി പാസ്സായ വാൽമീകി സമുദായത്തിന് റിസർവേഷൻ സംവരണമില്ലായിരുന്നു. അവിടെ പട്ടികജാതി സംവരണം ഇന്ത്യയിൽ മൊത്തം ഉള്ളപ്പോൾ ജമ്മു കാശ്മീരിന് അത് ബാധകമല്ലായിരുന്നു. ആ നിയമമാണ് അവിടെ നടപ്പിലാകണമെന്ന് നിങ്ങൾ പറയുന്നത്. ആ അവകാശമാണ് 370 വകുപ്പ്. അത്തരം പട്ടികജാതിക്കാരന് സംവരണം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം കാശ്മീരിലുണ്ടാക്കിയ 370 വകുപ്പ് നടപ്പിലാകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ സ്ത്രീ സംരക്ഷകരാണല്ലോ. കാശ്മീരിലെ ഒരു പെൺകുട്ടി അന്യ സംസ്ഥാനത്തിലുള്ളവരെ വിവാഹം കഴിച്ചാൽ കാശ്മീരിൽ പെൺകുട്ടിയുടെ ഭൂമിയുടെ സ്വത്തവകാശം ഇല്ലാതാകുമായിരുന്നു. നിങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നവരാണ്. പക്ഷെ കാശ്മീരിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാതിരിക്കാനുള്ള സാധ്യത കാശ്മീരിലെ ഭരണകൂടത്തിന് നൽകുന്ന പ്രത്യേക വകുപ്പ് നിലനിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി എന്താ? കാശ്മീരിലാവട്ടെ കന്യാകുമാരിയിലാവട്ടെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ്, ഒരു നിയമമാവണം. ഇന്ത്യയിലെ സ്ത്രീകൾ ഒന്നാണ്, ഒരു നിയമമാവണം, ഒരു അവകാശമാവണം, ഒരു അധികാരമാവണം. അത് കാശ്മീരിലെ സ്ത്രീകൾ പുറകിൽ നിൽക്കുക. അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ, ഒരേ അധികാരം, ഒരേ അവകാശം, ഒരേ സാധ്യതകൾ, ഒരേ തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഒരേ തരത്തിലുള്ള സാധ്യതകൾ സൃഷ്ടിക്കൽ. ഇത് അല്ലേ മോഡിയുടെ ഗ്യാരണ്ടി? മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു. മണിപ്പൂർ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ കുഴപ്പമാണ്. നാളുകളായി കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന, 8 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾ ഉണ്ടായിരുന്ന കാരണം അത് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ആ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, അത് മതകലഹമല്ല എന്ന് ബിഷപ്പുമാർ, ബോംബെയിലെ ആർച്ച് ബിഷപ്പ് വരെ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോഴും മണിപ്പൂർ മാറുന്നില്ല. സ്നേഹിത, മണിപ്പൂർ പറഞ്ഞ മിസോറാമിൽ കോൺഗ്രസ് മത്സരിച്ചത് ഉണ്ടായിരുന്ന സീറ്റും കൂടെ നഷ്ടപ്പെട്ട് ഒരു സീറ്റിലായി. പക്ഷേ മണിപ്പൂരിൽ നിങ്ങൾ പറയുന്ന ഈ ആക്രമണത്തിനിരയായ സമൂഹം തിങ്ങി നിൽക്കുന്ന കൂടുതലുള്ള മണ്ഡലങ്ങളിൽ BJP 2 സീറ്റ് നേടി. BJPക്ക് ആണ് അവിടെ മിസോറാമിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിനേക്കായി. മണിപ്പൂർ ഇനിയും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ബാധിക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA മാർ മണിപ്പൂരിൽ BJPക്കുണ്ട്. മണിപ്പൂരിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് തെളിയിക്കപ്പെടുകയാണ്. മോഡിയുടെ ഗ്യാരണ്ടി എന്താ? ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നിങ്ങൾ ട്രിപ്പിൾ തലാക്ക്, ഉടനുള്ള തലാക്ക്, ട്രിപ്പിൾ തലാക്ക് സമുദായ നേതാക്കന്മാർ പോലും അനാചാരമാണെന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ നടമാടുന്ന എല്ലാ മുസ്ലിം രാജ്യങ്ങളും നിഷിദ്ധമാണ് എന്ന് പറയുന്ന, മതവിരോധമാണ് എന്ന് പറയുന്ന, മതനിഷേധമാണ് എന്ന് പറയുന്ന ട്രിപ്പിൾ തലാക്ക്. ആ ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കിയതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ട്രിപ്പിൾ തലാക്ക് നടപ്പിലാകണമെന്നല്ലേ പറയുന്നത്. ഇപ്പോഴും ആ ട്രിപ്പിൾ തലാക്ക് മുസ്ലിം സ്ത്രീകളെ ഒരു സുപ്രഭാതത്തിൽ 3 തലാക്ക് ചൊല്ലി നിഷ്കാസിതയാക്കുന്ന ഭാര്യാ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന കിരാതമായ ഒരു നടപടിക്രമം, അത് മതനിഷേധമായ, മതവിരുദ്ധമായ ഒരു നടപടിക്രമം. മതപണ്ഡിതന്മാർ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, ഇത് മത പഠനങ്ങളിൽ ഒന്നുമില്ല.
മതപഠനങ്ങളിലൊന്നുമില്ലാത്ത ഒരു നടപടിക്രമം ഇന്ത്യയിലുള്ളത്, അത് നിർത്തലാക്കിയതിനെതിരെയാണ് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. മോഡി പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കും മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്കും തുല്യ അവകാശം, അത് കുടുംബത്തിൽ ഭാര്യ എന്ന നിലയിൽ. ആ സേനാപതി വേണുവിനൊന്ന് സമയം കൊടുത്തേ. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ട്രിപ്പിൾ തലാഖിന് നിരോധിച്ച ട്രിപ്പിൾ തലാഖ് നിരോധിച്ചപ്പോ നിങ്ങൾ എന്തിനാ സാർ ഇത്ര ബഹളം ഉണ്ടാക്കിയത്? EMS പറഞ്ഞ EMS അയോധ്യയിലെ മറ്റേ കെട്ടിടവും തർക്കമന്ദിരം പൊളിച്ചു കളയണമെന്ന് EMS പറഞ്ഞിട്ടുണ്ട്. EMSനെ നിങ്ങൾ തള്ളിക്കളഞ്ഞത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ സാർ. രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഒരുപാട് മോഡിയുടെ ഗ്യാരണ്ടി ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് പുതിയ ക്ഷേത്രം വെക്കാൻ വേണ്ടിയല്ല, അല്ല EMS ആണ്. EMS കളയണമെന്നാണല്ലോ. പിന്നെ അവിടെ പള്ളി പണിയണം, അത് അങ്ങനെ ഒരു കാര്യം പറയട്ടെ. EMS ആണ്. ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തേക്കാം. EMSനെ പറ്റി പറഞ്ഞു. EMS വളരെ മനുഷ്യ വിശ്വപൗരനാണ്. പക്ഷെ അദ്ദേഹം ചൈനക്കാരൻ ഇന്ത്യ ആക്രമിച്ചുകൊണ്ട് പട്ടാളക്കാരെ വെടിവെച്ചു വന്നപ്പോ ഇന്ത്യയിൽ നിന്നും ചൈനയുടെ നിന്നും പറയുന്ന സ്ഥലത്ത് വേണ്ടി യുദ്ധം നടത്തുമെന്ന് പറഞ്ഞ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയ ആളാണ് EMS എന്ന കാര്യം ബഹുമാനപുരസ്സരം ഞാൻ ഓർമ്മിക്കുന്നു. നിലപാടിൽ കാര്യമായി മാറ്റമൊന്നും വന്നിട്ടില്ല ശ്രീ PC.